ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചെറുപഴം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു കിഡിലെ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പഴപ്പം എന്നൊക്കെ പറയുന്ന സ്നാക്കൊക്കെ ഉണ്ടാക്കൂലേ ചെറുപഴം വെച്ചിട്ട്, അതുപോലെ തന്നെയാണിത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് എടുക്കുന്നത്. 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് 180 ഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് ആദ്യം മാറ്റി വെക്കണം കേട്ടോ, ഉരുക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുപഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് ചെറിയ പഴമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ അത്യാവശ്യം തണുത്ത്, ചെറിയൊരു ചൂടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തത്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ 1 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ 1 കപ്പ് അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. രണ്ടും സെയിം അളവിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് പൊടിക്ക് മാറ്റം വരും. അപ്പോൾ ഇത് ചെറിയ പഴമാണ്, 20 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൂസ് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് റവ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതും ചേർത്തിട്ട് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഏലക്കായ ഒരു 3-4 ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയോ റവയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ചെറിയ കുഞ്ഞു ബോൾസായിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇടാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്ക് അത് എടുത്ത് മാറ്റാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊങ്ങി വരാനും അതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട് ഒരു നുള്ള് അല്ലെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്നൊക്കെ പറഞ്ഞ സംഭവം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം മാവ് ഒരുപാട് ലൂസായി പോകരുത്. മാവ് ഒരുപാട് ലൂസായി പോയി എണ്ണ കുടിക്കൂട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാവ് ഇപ്പോൾ പഴത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ മാവ് ലൂസായി പോവുക, അതുപോലെ ടൈറ്റ് ആവുകയൊക്കെ ചെയ്യുക. അപ്പോൾ പഴം കുറേ അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ടിട്ട് മാവൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ കൈ വെച്ചിട്ടും ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്പൂൺ വെച്ച് ചെയ്യുന്നതിലേറെ ഈസി ആയിട്ട് തോന്നിയിട്ട് കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക, എന്നാലേ ഉൾഭാഗം നന്നായിട്ട് കുക്കായി വരും. അല്ല എന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തതും എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ചെയ്തെടുക്കാം. ഞാൻ കൈ വെച്ചിട്ടും കാണിച്ചു തരാം. നമ്മൾ ബോണ്ടയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ കൈയുടെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതാണ് എനിക്ക് ഒത്തിരി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഈസി സ്നാക്കുമാണ്. ചെറുപഴമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്